മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. PSC അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന വിവാദത്തിൽ CPM പുറത്താക്കിയ പ്രമോദ് കോട്ടൂളി നിയമ പോരാട്ടത്തിനൊരുങ്ങുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകും. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് സത്യാവസ്ഥ എത്തിക്കുമെന്ന് പ്രമോദ് കോട്ടൂളി പ്രതികരിച്ചു. ഒരു കൃത്രിമമായി രചിക്കപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് അല്ലേ, അപ്പോൾ നമുക്കിതിനകത്ത് സോളിഡായിട്ടുള്ള പ്രൂഫുകൾ വേണം. ചാനലും അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള വാർത്തകൾ ഈ ശ്രീജിത്തിൻ്റെ സാമ്പത്തിക ഇടപാട് എന്നൊക്കെയാണല്ലോ വാർത്ത വന്നത്. PSC അംഗത്തിന് കോഴ കൊടുത്തു എന്നൊക്കെയാണ് വാർത്തകൾ വന്നത്. ഇപ്പോൾ ശ്രീജിത്ത് പറയുന്നത് ഇതിനകത്ത് ഞാൻ പണം കൊടുത്തില്ല, അത് സത്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ നിയമപരമായിട്ട് ഒരു കണ്ടൻറ്റ് വേണം അതിൻ്റെ അകത്ത്. എന്നാലേ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പരാതി സ്വീകരിക്കാൻ പറ്റും. സ്വീകരിക്കുമ്പോൾ അത് അന്വേഷിക്കണമെങ്കിൽ അതിൻ്റെ അകത്തൊരു കണ്ടൻറ്റ് വേണം. അപ്പോൾ ആ കണ്ടൻറ്റ് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് കേസ് പരാതി തള്ളാത്ത രീതിയിൽ കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ മുന്നിൽ ഈ വിഷയം എത്തിക്കുക എന്നുള്ളതാണ്. എൻ്റെ സത്യാവസ്ഥ പാർട്ടിയുടെ മുന്നിൽ ബോധ്യപ്പെടുത്തണം. എന്നെ വേറൊന്നിനു വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ ഈ പാർട്ടി എന്ന നിലയ്ക്ക്, ഒരു പാർട്ടി അനുഭാവി എന്ന നിലയ്ക്ക് പാർട്ടി ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ നടന്നത്, എൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഒരു CPIM അനുഭാവി എന്ന നിലയ്ക്ക് എൻ്റെ പാർട്ടിയെ അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അത് ഞാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കത്തായിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ കയ്യിലെത്തിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാകും. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നു. മേഘന, തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രമോദ് കോട്ടൂളി. അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയും. ഇന്ന് പറയുമ്പോഴും അതിൽ നിന്ന് അണുകിട മാറിയിട്ടുമില്ല. എന്തായാലും ഈ അവസാനം ഏറ്റവും ഒടുവിലായി നിയമ പോരാട്ടത്തിന് പോകുന്നു അദ്ദേഹം എന്നുള്ളതാണ്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുമെന്ന് പറയുന്നു. ഒപ്പം ഈ സത്യാവസ്ഥ പാർട്ടിയിൽ നിന്ന്, അതിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഈ സത്യാവസ്ഥ സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കുമെന്നും പറയുന്നു. എന്തൊക്കെയാണ് പ്രമോദ് കോട്ടൂളി ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ഫിജി, പാർട്ടിക്കെതിരെ CPM നേതൃത്വത്തിനെതിരെ ഒരു അപ്രതീക്ഷിത സമരമുഖം തന്നെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള പ്രമോദ് കോട്ടൂളി തുറക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം തൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തം തനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടും സംസ്ഥാന നേതൃത്വത്തിലേക്കും ഇതൊരു പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പ്രമോദ് കോട്ടൂളി അറിയിക്കുന്നത്. മുന്നേ തന്നെ ഇതിലൊരു താൻ തെറ്റുകാരനല്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ പണം വാങ്ങിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പ്രമോദ് ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്നും മാധ്യമങ്ങളെ കാണുമ്പോൾ താൻ തെറ്റ് ചെയ്തിട്ടില്ല, ആരുടെടുത്തുനിന്നും കോഴ വാങ്ങിയിട്ടില്ല, ഇങ്ങനൊരു കോഴ വാങ്ങേണ്ട സാഹചര്യം തനിക്കില്ലെന്നും പ്രമോദ് ആവർത്തിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയായി ഇന്നലെ തന്നെ ഈ പരാതി നൽകി എന്ന് പറയപ്പെടുന്ന ശ്രീജിത്തിന്റെ ശബ്ദരേഖയടക്കം പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഇതിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. ഈ ഗൂഢാലോചന എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഈ ഒരു ഗൂഢാലോചന വന്നത് എന്നുള്ള കാര്യം ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ അടക്കം പേര് പറഞ്ഞുകൊണ്ട് ഈ ഗൂഢാലോചനയിൽ പാർട്ടിക്കുള്ളിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്. ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പല രീതിയിൽ പലതരത്തിൽ തിരക്കഥ എഴുതുന്നു. ഈ തിരക്കഥ എവിടെ നിന്ന് വന്നു, എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം, ഇത് മാധ്യമങ്ങൾക്കടക്കം ചോർത്തി നൽകിയത് ആരാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകണം. പാർട്ടിയിൽ നിന്ന് പുറത്തായെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ ഇതിൽ പരാതിയുമായി സംസ്ഥാന നേതൃത്വത്തെ അടക്കം മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രമോദ് അറിയിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇപ്പോഴും, അതായത് ഒരു കറകളഞ്ഞ പാർട്ടിക്കാരനായി തന്നെയാണ് പ്രമോദ് മാധ്യമങ്ങളോടടക്കം പ്രതികരിക്കുന്നത്. ഇതുവരെ പാർട്ടി നേതൃത്വത്തെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തൻ്റെ പരാതി പാർട്ടിക്കെതിരെ അല്ല എന്നുള്ളതാണ് പ്രമോദ് ആവർത്തിക്കുന്നത്. മറിച്ച് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച, പാർട്ടിക്കുള്ളിലെ ഗൂഢാലോചന നടക്കുന്ന, തനിക്കെതിരെ അടക്കം ഗൂഢാലോചന നടക്കുന്ന ആൾക്കാർക്കെതിരെയാണ് പരാതി എന്നുള്ളതാണ് പ്രമോദ് സൂചിപ്പിക്കുന്നത്. ഇതിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഗൂഢാലോചന പ്രമോദിനെതിരെ വരുന്നത് എന്നുള്ള ചോദ്യത്തിന് തൻ്റെ ഒരു വളർച്ചയും, അല്ലെങ്കിൽ താൻ സാധാരണ മനുഷ്യരോടൊപ്പം, സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്, പലതരത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന വന്നത് എന്നുള്ളതാണ് പ്രമോദ് ആവർത്തിക്കുന്നത്. എന്തായാലും ഇന്ന് നിയമവിദഗ്ധരുമായി അടക്കം ചർച്ച ചെയ്തുകൊണ്ട് ഉടനടി തന്നെ ഈ ഒരു പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകും. അതിനുശേഷം തന്റെ നിരപരാധിത്വം തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന നേതൃത്വത്തിലേക്കും ഈ ഒരു കാര്യം അവതരിപ്പിക്കും. താൻ വിശദീകരണം നൽകിയതടക്കം പാർട്ടി അവഗണിച്ചിട്ടുണ്ട്, തന്നെ ആരും അതിനുശേഷം ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം കൂടി പ്രമോദ് ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഇതിലൊരു നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രമോദ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതോടുകൂടി CPM നേതൃത്വം വലിയ തരത്തിൽ പ്രതിസന്ധിയിൽ ഉണ്ടാകുന്നു. ഈ പരാതി എവിടെ നിന്ന് വന്നു, ആരാണ് പരാതി നൽകിയത്, എന്താണ് പരാതി, ഇതിൽ ആരാണ് ഇത്തരത്തിൽ ഈ വിഷയം വലിയ കോലാഹലം ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം പ്രമോദിനോടും പാർട്ടി നേതൃത്വത്തിനോടും പ്രവർത്തകരോടും അടക്കം വിശദീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇപ്പോൾ CPM ജില്ലാ നേതൃത്വത്തിനാണ്. ശരി മേഘന, എന്തായാലും ഈ ജില്ലാ നേതൃത്വത്തിൽ ചില തനിക്കെതിരെ നീക്കങ്ങൾ വന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായി, പലരും തനിക്കെതിരെ പ്രവർത്തിച്ചു, അതിൻ്റെ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ നടപടിയെന്നും അദ്ദേഹം പറയുന്നത്. എന്തായാലും
പാർട്ടിയിലും രണ്ട് കാര്യങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും തൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ. ഒപ്പം പാർട്ടിക്ക് മുന്നിലും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഈ വിഷയം അവതരിപ്പിക്കും. സംസ്ഥാന കമ്മിറ്റി പാർട്ടിക്ക് മുന്നിൽ ഈ വിഷയം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കും. തൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുക. ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടും. എന്തായാലും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയൊക്കെ ഈ ഒരു വിഷയത്തെ, കാരണം പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് ഇദ്ദേഹത്തെ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയിരിക്കുന്നത്. ഇനി പാർട്ടി സംസ്ഥാന കമ്മിറ്റി എന്ത് തീരുമാനമെടുക്കും, അല്ലെങ്കിൽ ഈ വിഷയത്തെ ഗൗരവമായി കാണുമോ, പ്രമോദ് കോട്ടൂളിയുടെ അവകാശങ്ങൾക്ക്, വാദങ്ങൾക്ക് എന്ത് പരിഗണന ലഭിക്കും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.